ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണോ? തിരിച്ചു പോവായില്ലേ? അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നല്ല പ്രൊഡക്ട്സും വില കുറഞ്ഞിട്ടും ഒക്കെ കോഴിക്കോട് എവിടെയൊക്കെ എന്തൊക്കെ സാധനം കിട്ടും എന്നുള്ളത് കോഴിക്കോട് ജനിച്ചു വളർന്ന അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലോട്ടല്ല ആംസ്റ്റർഡാമിലോട്ട് കൊണ്ടുപോകാനുള്ള ലാസ്റ്റ് റൗണ്ട് ഓഫ് ഷോപ്പിങ്ങും ഒപ്പം തിരിച്ച് വളാഞ്ചേരിൽ പോവുകയാണ്. ഇന്ന് ഞാൻ ഇവരോടൊക്കെ ഗുഡ് ബൈ പറയും. പിന്നെ ഇനി ഒരു കൊല്ലം കഴിഞ്ഞതാണ്. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഒരു തവണയും കൂടെ ഞാൻ എൻ്റെ ആഗ്രഹം കാരണം ഒന്ന് പറഞ്ഞോട്ടെ. അമ്മ ഇത്ര ഈസി ആയിട്ട് കാർ ഓടിക്കുന്നതും സ്കൂട്ടി ഓടിക്കുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ് കേട്ടോ. അമ്മ ചെറുപ്പം തൊട്ടേ വണ്ടി ഓടിക്കുമായിരുന്നു എന്ന് കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ സ്കൂട്ടി കുറച്ച് മുന്നേ തന്നെ ഓടിക്കുമായിരുന്നു. പക്ഷേ കാർ അമ്മ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് പഠിക്കാനും ഓടിക്കാനും ഒക്കെ തുടങ്ങിയത്. പിന്നെ ജസ്റ്റ് ഈ കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, പൊതുവേ അമ്മ കുറച്ച് ഔട്ട് ഗോയിങ് നേച്ചറുള്ള ഒരാളാണ്. കുറേ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും പഠിക്കാനും ഒക്കെ വേണ്ടി നല്ല താല്പര്യമുള്ള ഒരാളാണ് അമ്മ. ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ? അമ്മ എന്തായാലും വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മളങ്ങനെ അമ്മേനെ പറ്റി പൊക്കി പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളത് ജാം ജൂം എന്ന് പറഞ്ഞിട്ടുള്ള ജാം ജൂം തന്നെയല്ലേ, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തി ചിക്കൻ മസാലയും മീറ്റ് മസാലയൊക്കെ വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അമ്മ പറയായിരുന്നു വന്നുടനെ കാറിലായിരുന്നു, ഇപ്പോൾ സ്കൂട്ടറിലാണ്. 2 ദിവസം കൂടെ ഇവിടെ ഒക്കെയാണെങ്കിൽ സൈക്കിളിലാക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം പോയിട്ട് മസാലകൾ വാങ്ങിക്കും. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ മസാലപ്പൊടികൾ കേട്ടോ. പ്രത്യേകിച്ച് ചിക്കൻ മസാലയും ഫിഷ് മസാലയും നമ്മുടെ ടേസ്റ്റിന് പറ്റുന്ന പോലത്തെ എനിക്ക് ഇതുവരെ ആംസ്റ്റർഡാമിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടില്ല അവിടുത്തെ. പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ ഡെന്റിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് സെൻസിറ്റിവിറ്റി ഇഷ്യൂസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു 4 കൊല്ലം ക്ലിപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെൻസോഡൈനിലോട്ടൊന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് ചിക്കൻ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഏകദേശം 1 വർഷത്തിന് കൊണ്ടുപോകുമ്പോൾ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യണം. നമ്മുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നൊക്കെ വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ ഒഴികെ ബാക്കി എല്ലാം വീഡിയോയിൽ ഉണ്ടാവുമായിരുന്നു. ഇപ്പം എന്താ ഒരു ഉറപ്പില്ല. നമ്മൾ ചിക്കൻ മസാല എടുത്തു, മീറ്റ് മസാല എടുക്കുകയാണ്. പിന്നെ ഇനി ഫിഷ് മസാലയും കൂടെ. ഫിഷ് മസാല ഉണ്ട്. ഫിഷ് മസാല നമ്മൾ ഡബിൾ ഹോസ് ഉള്ളതിലവിടെ അതന്നെ, അത് താഴെ പോരെ. ഓരോ കാര്യം ഞാൻ എടുക്കുമ്പോഴും അമ്മ എന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ലഗേജിനെ പറ്റി ഓർക്കണം, നമുക്ക് അധികം എടുത്തിട്ട് എല്ലാം കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ളത്. ഞാൻ ചായപ്പൊടി വിഷ്ണുവിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. വിഷ്ണുവിന് നാട്ടിലെ ചായ കുടിക്കാൻ തോന്നുന്നു ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ കണ്ടപ്പോൾ എടുത്തതാണ്. പക്ഷേ ലഗേജൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും നോക്കാം. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണല്ലോ, അമ്മയും അച്ഛനൊക്കെ ഉപയോഗിക്കട്ടെ. അമ്മ നല്ല പ്രോപ്പർ കോഴിക്കോടുകാരിയാണ്. അമ്മ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം കോഴിക്കോടാണ്. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ മുക്കും മൂലയും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നമ്മൾ പോണത് പ്രീതി മിക്സിയുടെ സർവീസ് സെൻറ്ററിലോട്ടാണ്. എൻ്റെ കയ്യിലുള്ള മിക്സിയുടെ ചോപ്പിംഗ് ജാർ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ എല്ലാ ഓപ്ഷനും ഉണ്ടോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിലുള്ള പ്രീതി സർവീസ് സെൻറ്ററിലാണ് വന്നല്ലോ അമ്മ. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. കാരണം നല്ലത് കണ്ടാൽ നമ്മൾ പറയണമല്ലോ. പല ഓപ്ഷൻസും ഭയങ്കര എക്സ്പെൻസീവായി പോകണം. കാരണം എനിക്ക് ആ യൂണിറ്റ് മൊത്തം വേണ്ടായിരുന്നു. അപ്പോൾ അവർ പലതും ഓർഡർ ചെയ്ത് ഒപ്പിച്ചുതരാം, അതായത് നമ്മുടെ പോയിന്റ് ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിലൊരു സൊല്യൂഷൻ തരാം എന്നുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ഡീൽ ചെയ്തൊരു വഴി. നല്ല അടിപൊളിയായിരുന്നു, നല്ല കസ്റ്റമർ സർവീസ്. ഇത്തവണ ഞാൻ വന്ന് പെട്ടുപോയൊരു കാര്യമായിരുന്നു ഈ ഒരു ബാങ്ക് പരിപാടി. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിപ്പോഴും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നും പ്രയോറിറ്റി ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത് നമ്മൾ എവിടെ പോകണം? കാലിക്കറ്റ് ബനാന. ഓ, കഴിഞ്ഞ തവണ വിഷ്ണു അവിടുന്നായിരുന്നു ചിപ്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലായിരുന്നു, ഫ്രഷ് ആയിട്ട് അവര് ചിപ്സ് ഉണ്ടാക്കി തരുന്ന. മിക്സർ കിട്ടോ അവിടെ? മിക്സർ കൂടുതൽ പറയുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതൊന്നും ഒന്നിൻ്റെയും പ്രൊമോഷനല്ല. അമ്മ നല്ലതാണെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഞാനും വിഷ്ണുവും കഴിഞ്ഞ തവണ പോയി. ഇപ്പോൾ കഴിഞ്ഞ പോലെ നാട്ടിൽ പോകുമ്പോഴും കാലിക്കറ്റ് ബനാനയിൽ തന്നെയായിരുന്നു നമ്മൾ ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ചിപ്സായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിപ്സായിരുന്നു. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഞാൻ സാധനങ്ങൾ വാങ്ങിക്കേണ്ട അമ്മ അറിയാം, ഒരാളെയും കൂടെ കൊണ്ടുപോകേണ്ടിരുന്നു ലഗേജിന്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു. തൊട്ട് സൈഡിൽ തന്നെ അവർ ഫ്രഷ് ആയിട്ട് നമ്മുടെ ചിപ്സൊക്കെ ഉണ്ടാക്കി വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വറക്കുന്ന പരിപാടി കുറച്ച് നേരം നോക്കിയിരുന്നു. കഴിഞ്ഞ നമ്മുടെ
നല്ല ചൂടത്താണ് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത്. നല്ല ഒരു അടിപൊളി സംഭാരം കുടിച്ചാൽ നല്ല രസമുണ്ടായിരിക്കും. അതുകൊണ്ട് മിൽമയിൽ വന്നിട്ട് തണുത്തൊരു സംഭാരം വാങ്ങി. പിന്നെ നേരെ 100-110 നമ്മൾ അക്ഷരത്തിലോട്ട് വിട്ടു. വിഷ്ണുവിൻ്റെ പഴയ കാലത്തെ, പഴയ കാലല്ല, കുറച്ച് മുന്നത്തെ ഒരു ഫോട്ടോ കാണിച്ചേർത്തെ ഒരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. അച്ഛൻ, അമ്മ, വിഷ്ണു, വിധു. ഇതാണ് ഒരു കുടുംബ ചിത്രം. ഇത് എപ്പോഴുള്ള ഫോട്ടോ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് മുന്നേ ആയിരിക്കും. കാരണം അച്ഛനും അമ്മയ്ക്കുള്ളതിനേക്കാൾ മാറ്റം എനിക്ക് വിധുവിനും വിഷ്ണുവിനും തോന്നുന്നുണ്ട്. ഇവിടെ വിധുവിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ഉണ്ട്. ആഹാ, ആ ചൂടത്തൊക്കെ പോയി വന്ന് ഫാനൊക്കെ ഇട്ടിരുന്ന് നല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ തണുത്ത സംഭാരം കുടിക്കുമ്പോൾ ഒരു ഫീൽ. കുറച്ച് എണ്ണ കുറവാ തോന്നുവാണെങ്കിൽ ചൂടാക്കി വെച്ചാൽ മതി. ഞാൻ വിളച്ച് ചെയ്തതാ, ഒലിക്കണ്ട വെച്ചിട്ടേ. നല്ലെണ്ണയാണോ? നല്ലെണ്ണ കേട്ടോ. മോന് കൊടുക്കാൻ വേണ്ടി ചെമ്മീനച്ചാറും ബീഫ് അച്ചാറും. മോന് മാത്രം. മോനാണെങ്കിൽ ചെമ്മീനച്ചാറിനും ബീഫ് അച്ചാറിനും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ നമ്മുടെ കുറച്ച് പഴയ സാരി തപ്പി ഇറങ്ങിയതാണ്. എൻ്റെ അമ്മ എല്ലാ സാരി അപ്പൊ സ്പോട്ടിലെടുത്ത്, ഓ വാവ്, കണ്ടോ എന്തോ ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കണെന്നുള്ളത്. അപ്പൊ ഇതിന്ന് ഞാൻ കുറച്ച് സാരികൾ തപ്പട്ടെ. ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ് അമ്മമാരുടെ പഴയ സാരി നമ്മൾ പുതിയ സ്റ്റൈലിൽ റീക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ എഴുതണം. നമ്മൾ എഴുതുന്നതിൽ അവർ വിശ്വസിക്കണം. കുറച്ച് പഴയ മോഡൽ സാരി നോക്കി ഞാൻ തപ്പിയെടുക്കട്ടെ. കുറച്ച് ഓപ്ഷൻസ് ഞാൻ കാണുന്നുണ്ട്. കുറച്ച് പഴയ സാരികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ അലമാരയിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പരതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ വളരെ അപ്ഡേറ്റഡ് ആണ്. അമ്മ പഴയ ഒരു സാധനങ്ങളും എടുത്തു വെക്കാറില്ല എന്ന് പറഞ്ഞ് എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആകെ ഉണ്ടായിരുന്നത് അമ്മയുടെ കല്യാണത്തിൻ്റെ സാരികളില്ലേ, അതുണ്ടായിരുന്നു. അതെന്നോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇത് എത്ര കൊല്ലം മുന്നത്തെ? 15 നിവർത്തി വെക്കണോ? അത് കൊള്ളാട്ടോ. എനിക്ക് പച്ച ബ്ലൗസ് നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത്, അമ്മയുടെ കല്യാണ സാരി എന്നോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 30 കൊല്ലമായിട്ടൊക്കെ അമ്മ എടുത്തു വെക്കുന്ന ഒരു കല്യാണ സാരിയാണത്. അതെങ്ങാനും കൊണ്ടുപോയി എൻ്റെ കയ്യിൽ നിന്നൊക്കെ കേട് വന്ന് പോവുകയോ അല്ലെങ്കിൽ മിസ്സായി പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊട്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ നമ്മുടെ കല്യാണ സാരി എടുത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ഒക്കേഷൻ വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുമോ, നമുക്ക് നോക്കാം. തൽക്കാലം അമ്മയുടെ നിന്ന് ഈ 3 സാരിയാണ് ഞാൻ എടുത്ത്. ഈ കാണുന്ന ഓറഞ്ചും പിന്നെ ആ ഒരു വയലറ്റും പിന്നെ ഈ ഒരു പിങ്ക് കളറും. ഒന്ന് ഈ ഒരു സാരി. ഇത് നല്ല, ഇതെന്ത് മെറ്റീരിയൽ എന്നാ പറയാ? നല്ല പ്യുർ സിൽക്കോ? പിന്നെ ഇത് ഖാദി കോട്ടണോ? ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കളറ്. 46 പിന്നെ 12 പറ്റുമോ കൊണ്ടുപോവാൻ? അത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് 23 ആയിരിക്കില്ല എന്നാ എന്റെ വിശ്വാസം. അമ്മക്ക് ഞാൻ എങ്ങനെ ഇതെല്ലാം കൂടി ഒരു പെട്ടിയിൽ കൊള്ളിക്കുന്ന ആലോചിച്ചിട്ട് ടെൻഷൻ നല്ലോണ്ട്. കൊള്ളിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഒന്ന് അയച്ചിരുന്നേ. സത്യം, എനിക്ക് അച്ഛനെ എങ്ങനെ ബഹുമാനിക്കാൻ തോന്നും. അച്ഛനാണല്ലോ തലവേദന. എന്താണിത്, താഴിട്ട് പൂട്ടിയതാണോ? 2 ദിവസം മുന്നേ നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയപ്പോൾ എനിക്ക് കുറച്ച് ഉരുളി പോലത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടുന്ന് അമ്മ ഒരു ചെറിയ വിളക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് അമ്മ എടുത്ത് നോക്കിയത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പാക്കിംഗ് പരിപാടി ചെറുതായിട്ടൊന്ന് തുടങ്ങി. രോഹിത്ത് കുറച്ച് നേരത്തിനുള്ളിൽ ഇവിടെ എത്തുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞാൻ ഇപ്പോഴേ പാക്കിംഗ് ഒക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അമ്മ പിന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അമ്മ ഉണ്ടായിരിക്കില്ല ഇവിടെ. പക്ഷെ അമ്മ എൻ്റെ എല്ലാ അലമറയൊക്കെ ഒന്ന് പരതി നോക്കുകയാണ്, ഞാനൊന്നും ഇവിടെ വെച്ച് മറന്നിട്ടില്ലല്ലോ എന്നുള്ളത് ഉറപ്പിക്കാൻ. എൻ്റെ അമ്മ ഞാൻ തുറക്കാൻ പറ്റാത്തത്. രാവിലെ 11:30 എത്താൻ പറഞ്ഞ സമയം 3:30. വളരെയധികം കൃത്യനിഷ്ഠമാണ്. ഈ കഴിച്ചോ? ആ ചോറുണ്ടോ അവിടെ നമുക്കൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കി. രാവിലെ 11 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ 11 മണിയായി എന്ന് ചോദിക്കുമായിരുന്നു അമ്മ.
അമ്മയും അച്ഛനും നേരത്തെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എണീക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ സംഭാരമൊക്കെ കുടിച്ചില്ലേ, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല അധികം. അമ്മയ്ക്കും അച്ഛനും വാങ്ങിച്ച ഓണക്കോടി കൊടുക്കാൻ കുറച്ച് ലേറ്റായി കേട്ടോ. എന്നാലും നമുക്ക് കൊടുക്കാം. അമ്മയ്ക്ക് പെൻഷനേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അമ്മ അതിന് പോവുകയാണ്. അമ്മയാണ് അവിടെ പ്രാർത്ഥന പാടുന്ന കുട്ടി. അപ്പോൾ സമയത്ത് എത്തണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോകുന്നത്. പിന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത മീറ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞു സ്കിപ്പ് ചെയ്യണ്ട, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനും ഇറങ്ങും. അപ്പോൾ എന്തിനാണ് അതിന് വേണ്ടിയിട്ട് അത് സ്കിപ്പ് ചെയ്യുന്നത്? അപ്പോൾ അമ്മ പെൻഷനേഴ്സ് മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വരട്ടെ. യാത്ര പറയൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം വല്ലാതെ യാത്ര പറയാതിരിക്കാനാണ്. കൂടുതൽ യാത്ര പറയും തോറും മനസ്സൊക്കെ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നത് പോലെ തോന്നും. അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് താഴെ എത്തിച്ചിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇനി നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം. അടുത്ത തവണ ഇവിടെ വരുമ്പോൾ ഇനി നമുക്ക് കാണാം. അപ്പോൾ എല്ലാം ഞാൻ കാറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കും പോയി കാറിൽ കയറാം. ഈ പാക്കിങ്ങിനിടയിൽ ഒരു ദുരന്ത വാർത്ത നടന്നായിരുന്നു. അമ്മയും അച്ഛനും ഇനി എയർപോർട്ടിലേക്കൊന്നും വരുന്നില്ല കേട്ടോ. എന്തിനാ വെറുതെ കുറേ ദൂരം യാത്ര ചെയ്ത് ഇവർ തിരിച്ചെത്തുമ്പോഴേക്ക് പിന്നെ ഒരു സമയമാവും. ഇവിടെ തന്നെ യാത്ര പറഞ്ഞിറങ്ങി ഇനി ഒരു 1-2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തിനാ ഇനി അവരെ കൊണ്ട് ഇനി അത്ര എയർപോർട്ടിലേക്കൊക്കെ യാത്ര ചെയ്യിക്കുന്നതെന്ന് വിചാരിച്ചു. തൽക്കാലം അക്ഷരത്തിനോട് നമുക്ക് ബായ് പറയാം. അടുത്ത തവണ വരുമ്പോൾ വീണ്ടും കാണാം. എന്താണത്? അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. എനിക്കുണ്ടായ ഇറങ്ങാൻ നേരത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഒരു കണ്ണട വളരെ മനോഹരമായിട്ട് ആ കണ്ണട അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഇങ്ങനെയായി ആ കണ്ണട, കാണുന്നുണ്ടോ? അതുകൊണ്ട് ആരോടും ഞാൻ മിണ്ടിയിട്ടില്ല. നമുക്ക് നേരെ ലെൻസ് കാർട്ട് പോവാം. ഇതിന് ഒരു ഫ്രെയിം കിട്ടും നോക്കാം, അല്ലെങ്കിൽ എനിക്കൊന്നും കാണില്ല. രോഹിത്തിനോട് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഗ്ലാസ് എടുത്താൽ ഒന്നും കൂടെ ഫ്രീ ആയിട്ട് എടുക്കാമായിരുന്നു. ഞാൻ ഉപദേശം കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ. അങ്ങനെ ഫോട്ടോഷോപ്പിൽ നമ്മൾ കണ്ണട കളർ മാറ്റുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഞാൻ എൻ്റെ കണ്ണട കളർ മാറ്റിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിനോട്ടൊരു പെയറുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു എക്സ്ട്രാ പെയർ എപ്പോഴും കണ്ണട കയ്യിൽ വെക്കാറുണ്ട്. കാരണം ഞാനിത് സ്റ്റൈലിൽ വെക്കുന്നതല്ലല്ലോ. കുറച്ച് എനിക്ക് 1ഉം 1.25 ഒക്കെ പവർ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം കാണണമെങ്കിൽ കണ്ണട വേണം. ഇങ്ങനെയല്ല കേട്ടോ, നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, വായിക്കുക, TV കാണുക, അങ്ങനത്തെ സമയങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോഷോപ്പിൽ കളർ മാറ്റുന്നത് പോലെ നമ്മൾ കണ്ണട കളർ ഒന്ന് മാച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പച്ച കളർ ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് വൈഡായിരുന്നു. എൻ്റെ മുഖത്തുനിന്ന് അത് ഊരിച്ചാടുന്നു. എൻ്റെ മുഖം കുറച്ച് ചെറിയ മുഖമാണ്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ സാധനം ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല ഇന്നത്തെ എൻ്റെ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്ലാൻ, രാവിലെ ഞാൻ എണീക്കുന്നു, അമ്മയുടെ റൗണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു. ഇവൻ വരുമ്പോഴൊക്കെ റെഡിയായി നിൽക്കുന്നു. 11:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിയിരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എത്തിയത് 3:30. എന്നിട്ട് എസ്എമ്മിൽ പോവാൻ. എസ്എമ്മിൽ നട്ടുച്ചയ്ക്ക് പോയ എന്താണ്, രാത്രി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് തിരിയണം. ഞാൻ നല്ലോണം ഹൈലൈറ്റിൽ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എൻ്റെ ഒരു പ്ലാൻ അതൊക്കെയായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എനിക്ക് ലേറ്റ് നിർത്താൻ പറ്റില്ലല്ലോ. ലേറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. എനിക്ക് അത്രയും ലേറ്റായിട്ട് വീട്ടിലെത്താൻ എന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പോകുമല്ലോ. അപ്പം എനിക്ക് കുറച്ച് നേരത്തെ വീട്ടിലെത്തി സമാധാനപരമായി ഇരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓൺ ദ വേ നമുക്ക് വാണിയെ മീറ്റ് ചെയ്യാനുണ്ട്. വാണിയെ പറ്റി നമ്മൾ നമ്മുടെ ചാനലിൽ 1-2 തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാണി എനിക്ക് എൻ്റെ വീഡിയോസിനൊക്കെ തംബ്നെയിൽ ചെയ്തിരുന്ന എനിക്കൊരു സിസ്റ്റർ ലൈക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ 1-2 തവണ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ വന്ന് പോകുമ്പോൾ ഞാൻ ഒരു തവണ വാണീനെ ഒന്ന് മീറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണയും നമുക്ക് വാണീനെ ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ വാണിക്ക് ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും ചെറുത് വാങ്ങിക്കാൻ വേണ്ടി ഞാനും രോഹിത്തും കൂടെ. രോഹിത്തിന് അമ്മമ്മ എന്താ വിളിച്ചതെന്ന് അറിയാം? രോഹിതാക്ഷ. രോഹിതാക്ഷ തന്നെയാണ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെ ആശക്കുട്ടി അല്ല, എന്നെ ആശക്കുട്ടി അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അല്ല, എന്നെ ആശക്കുട്ടിന്നാണ് വിളിച്ചിരുന്നത്. അപ്പോ ഞാനും രോഹിതാക്ഷനും കൂടെ ഇപ്പൊ നമ്മള് വാണിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ വാണിനെ മീറ്റ് ചെയ്യും. അല്ലെ രോഹിതാക്ഷ? തീർച്ചയായും അമ്മിണി. എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും വാണീനെ ഞാനൊന്ന് ജസ്റ്റ് മീറ്റ് ചെയ്യെങ്കിലും ചെയ്യാറുണ്ടേ. അപ്പോൾ ഈ ഒരു യെല്ലോ കുർത്ത കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര
അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അധികമൊന്നും ഞാൻ തപ്പാൻ വേണ്ടി നിന്നില്ല. ഈ ഒരു കുർത്ത തന്നെയാണ് നമ്മൾ വാണിക്ക് വേണ്ടി എടുത്തത് കേട്ടോ. ഈ ഒരു ഓപ്ഷനും കൂടെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ അതിനേക്കാൾ എനിക്ക് ഭംഗി തോന്നിയത് യെല്ലോ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് നമ്മളെടുത്തു. തൽക്കാലം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നേരെ ഇനി രാമനാട്ടുകര, അവിടുന്നാണ് വാണീനെ കാണുന്നത്. ഈ കണ്ണട കുറച്ച് ഓവറാണ്. പെട്ടെന്നൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങി കേട്ടോ. നേരെ രാമനാട്ടുകര പോകണം. അയ്യോ വാണീനെ വിളിക്കണം, വിളിച്ച് പറയട്ടെ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവര് ലുലുവിലൊന്ന് പോകണത്ത് എന്തിനാന്ന് ചോദിച്ചാൽ പോയിട്ട് വേണത്ര പോരാന്ന് പറയും. ഉടുപ്പുണ്ടോ? എല്ലാരും പോരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പോരാ, ലുലുവിലൊന്ന് പോണം. എന്ത് ചെയ്യുന്നുണ്ടോ അഞ്ചുമതിയെ കൊണ്ട്. വാണീനെ ഞാൻ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കേട്ടോ. കുറേ മുന്നേ, ഏകദേശം ഒരു 4 കൊല്ലം മുന്നേയൊക്കെയാണ്. അന്ന് എനിക്കിങ്ങനെ ചുമ്മാ തംബ്നെയിൽ എഡിറ്റ് ചെയ്ത് തരുമായിരുന്നു രസത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ നമ്മളതൊരു ചെറിയ ഒരു പാർട്ട് ടൈം ജോബ് പോലെയാണ് വാണി ചെയ്യുന്നത്. നൽകി എൻ്റെ തംബ്നെയിൽ കോപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേർക്കും തംബ്നെയിൽ ചെയ്തു തരുന്ന ഇവളാണ്. ഒരാൾ ചെയ്യുന്ന തംബ്നെയിലാവുകൊണ്ടാണ് 2 തംബ്നെയിലും ഒരുപോലെ ഇരിക്കുന്നത്. അപ്പോൾ രാമനാട്ടുകാരെയാണ് ഇവരെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ഇനി മീറ്റ് ചെയ്തതിന് ശേഷം സോന ബേക്കറിയിൽ നിന്ന് നമ്മൾ ചിക്കൻ റോളും അതേപോലെ തന്നെ ക്രീം ബണ്ണും വാങ്ങി നമുക്കിനി നേരെ ഇവരോട് ടാറ്റ ബൈ ബൈ യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ പോവാം. വാണി എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടായ കുരുമുളക് ഭയങ്കര അടിപൊളി ഗിഫ്റ്റ് കേട്ടോ. ഇത് തുറന്നിടണ ഞാനും രോഹിത്തും ഒരേപോലെ പറഞ്ഞു നല്ല രസമുണ്ടെന്നുള്ളത്. ഇത് എഡിറ്റ് ചെയ്തതാണ്. ബാക്കിൽ നമ്മുടെ എഡിറ്റ് ചെയ്തതാണ് പ്രത്യേകം ഞാൻ പറയേണ്ട, കാരണം എനിക്ക് ഇതുവരെ ഗോൾഡൻ പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ. അപ്പോൾ ബാക്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കൂടെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. കിടിലം. എപ്പോഴും വാണി കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പല കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല അവളിത് ചെയ്തതിൽ. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ഗിഫ്റ്റ്. അവളുടെ മുന്നിൽ തന്നെ തുറക്കായിരുന്നു എന്ന് തോന്നി എനിക്ക്. ഇതൊരു ആർത്തി പിടിച്ച കഴിപ്പായിരുന്നു. എനിക്ക് ഒരു ചിക്കൻ റോളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി പെട്ടെന്നൊന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് 2 ഞാൻ കുത്തി കയറ്റിയായിരുന്നു. ഒപ്പം ദേ ഒരു ക്രീം ബണ്ണും. എനിക്ക് വീട്ടിലെത്താനായപ്പോക്ക് വയറൊക്കെ വീർത്ത് പൊട്ടാനായ അവസ്ഥയായിരുന്നു. യാത്ര പുറപ്പെട്ട് കുറച്ച് നേരമായി, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും ഇപ്പോൾ കോഴിക്കോടും തൃശ്ശൂരൊക്കെ പോയി വരാൻ വേണ്ടിയിട്ട്. നമ്മളിതേ അക്ഷരത്തുനിന്ന് ഐശ്വര്യത്തിലെത്തിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ പേര് ഐശ്വര്യം എന്നാണ് കേട്ടോ. അമ്മ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട്. രാവിലെ ലോക്ക് ചെയ്ത ഗേറ്റാണ് തോന്നുന്നു, പിന്നെ തുറന്നിട്ടില്ല. അമ്മയൊക്കെ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നില്ലേ ഇന്ന്. ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ബാ ബാ ബാ. ആ ഒരു 2 ചിക്കൻ റോളിലും പിന്നെ ക്രീം ബണ്ണിലും എൻ്റെ ഡിന്നറും കൂടെയാണ് തീർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒട്ടും വിശക്കുന്നുണ്ടായിരുന്നില്ല. തിരിച്ച് വന്ന് അമ്മയും അച്ഛനും ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഞാനും രോഹിത്തും കൂടെ രാത്രി ഇങ്ങനെ 1-2 സിനിമ കാണാനൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ ഭയങ്കര ടയർഡായിരുന്നു. കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പോയി കിടന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.